ഫ്രണ്ട്സ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വാക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് BE ഓർ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് MCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വാക്കൻസി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് 1,00,000 മുകളിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, സാലറി പ്ലസ് മറ്റു അലവൻസ് കിട്ടുന്ന ഒരു പോസ്റ്റാണ്, പെർമനൻറ്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ടും കാണുക. ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇതിലേക്ക് പിന്നെ സെലക്ട് ചെയ്യുന്നത്, പെർമനൻറ്റ് വാക്കൻസിയും ആണ്. അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഓഫ് വാക്കൻസീസും കാര്യങ്ങളും ആദ്യം തന്നെ കാണിക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ജൂനിയർ എക്സിക്യൂട്ടീവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വിവിധ ഡിസിപ്ലിൻ്റെ ആർക്കിടെക്ചറിൽ ഇതിൽ ടോട്ടൽ 11 വാക്കൻസി. അതിൽ നിങ്ങൾക്ക് ജനറൽ 4, ഇതുപോലെ OBC NCL ആണെങ്കിൽ 4 വാക്കൻസി, SCക്ക് 2, STക്ക് 1 വാക്കൻസി. ഇപ്പോൾ ഇവിടെ നിൽക്കണം EWS കാൻഡിഡേറ്റ്സിന് 0 വാക്കൻസിയാണ്, റിസർവ് വാക്കൻസി ഇല്ല. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജനറൽ വാക്കൻസി ആയിട്ടുള്ള 4 വാക്കൻസിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് വാക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വാക്കൻസിയിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് നിൽക്കുന്ന സിവിലാണ്. ഇതിൽ 199 വാക്കൻസിൻ്റെ ടോട്ടൽ. അതിൻ്റെ റിസർവ്ഡ് വാക്കൻസി ഇവിടെ കാണാം. ജനറൽ 83, EWS 17, OBC 51, SC 31, ദെൻ ST 17 ഇങ്ങനെയാണ്. ഇതിനടുത്ത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലാണ് കാറ്റഗറി, 208 വാക്കൻസി അതിലുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിൽ 527 വാക്കൻസി ഉണ്ട്. ഓക്കെ. ദെൻ IT-യിൽ നിങ്ങൾക്ക് 31 വാക്കൻസി. ഓക്കെ. അപ്പോൾ ഇതാണ് ടോട്ടൽ വാക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓരോ ഡിസിപ്ലിൻ വൈസ് വാക്കൻസീസും റിസർവ്ഡ് വാക്കൻസീസും കാര്യങ്ങൾ കാണാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതത് കാൻഡിഡേറ്റ്സ് അവരുടെ ആ ഒരു കോഡ് നോക്കിയിട്ട് അത് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് അവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിലേക്ക് എന്തടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ തന്നെ തുടക്കത്തിൽ ഞാൻ പറയാം. അപ്പോൾ അതിന് മുൻപ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് അടിസ്ഥാനത്തിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇവിടെ കാണുമെങ്കിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതായത് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അതിലൊരു മുഷിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില ആളുകൾക്ക് മാത്രം വേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താണ് നിങ്ങളുടെ മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റുള്ളവർക്ക് റിപ്ലൈ തരില്ല എന്നല്ല കേട്ടോ അതിൻ്റെ ഉദ്ദേശം. മറ്റെന്താണെന്ന് വെച്ചാൽ ഒരുപാട് റിപ്ലൈ അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും ഇരുന്ന് റിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പോസിബിളായുള്ള സംഭവമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റു എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് നിങ്ങൾ മെമ്പർഷിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിനൊരു സപ്പോർട്ടാകും. ആ തിരിച്ച് നിങ്ങൾക്കും അതിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചോദിക്കാം, മാക്സിമം നമ്മൾ റിപ്ലൈ തരും കേട്ടോ. ഓക്കെ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നിങ്ങൾക്കൂടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ് ത്രൂ ഗേറ്റ് 2023, 24, 25. അപ്പോൾ ഇത് കണ്ട് നിങ്ങളിവിടെ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ഇത് നമുക്ക് ശരിക്കും എന്താണ് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഇത്തരം റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട് ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്നത്. കാരണം ഗേറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിൽ ഇത്തരം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ONGC ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുക. ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇത്തരം എക്സാമിന് ഇതിൻ്റെ തന്നെ മറ്റു എക്സാമുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗേറ്റ് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആ സ്റ്റഡീസ് മാത്രമല്ല നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് എത്ര റിക്രൂട്ട്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റ് ആണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ അവസാന വർഷം പഠിക്കുന്നവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ അറിയിക്കുക നിങ്ങൾ. അപ്പോൾ വാക്കൻസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഗേറ്റ് അടിസ്ഥാനത്തിലാണ്, ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, ഗേറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ 27/9/2025 കൂടെ കാണാം കേട്ടോ. 27/9/2025 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ മുൻപോ എടുത്ത സർട്ടിഫിക്കറ്റ്, വാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് നിങ്ങളിപ്പം SC/ST എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ അത് നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന 27/9/2025 എന്ന ക്രൂഷ്യൽ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് മുൻപോ നിങ്ങൾ എടുത്ത സർട്ടിഫിക്കറ്റ്, വാലിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം.
അതായത് 27/9/2025 ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ് ഒന്നും വാലിഡ് അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. OBC ആണെങ്കിൽ 2025-26 ഫൈനാൻഷ്യൽ ഇയറിലെ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത്. EWS ആണെങ്കിൽ 2025-26 ഫൈനാൻഷ്യൽ ഇയറിലാണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട കേട്ടോ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇവിടെ എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പോൾ ഓരോ പോസ്റ്റ് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗേറ്റ് ടെസ്റ്റ് പേപ്പർ ഒരു ഗേറ്റ് പേപ്പർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ കോറസ്പോണ്ടിങ് ഗേറ്റ് ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി. ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ്. ഈ 3 രീതിയിലുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BE കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആർക്കിടെക്ചറിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് രജിസ്റ്റേർഡ് വിത്ത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ യോഗ്യത. ഇനി ഇതിൽ ഗേറ്റ് പേപ്പർ ഇവിടെ പറയുന്നത് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് ആണ് കേട്ടോ. ഗേറ്റ് പേപ്പർ വരുന്ന പേപ്പർ കോഡ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. AR ആണ് കേട്ടോ അതിൻ്റെ പേപ്പർ കോഡ് വരിക. 2023, 24, 25 നിങ്ങൾക്ക് വാലിഡ് ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി. ഇപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നുള്ള നിങ്ങൾ മീൻ ചെയ്യേണ്ടത് BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സിവിലിൽ ഈ പറയുന്ന BSc എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഗേറ്റ് പേപ്പറോടെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. പേപ്പർ കോഡ് CE ആണ് വരിക. 2023, 24, 25 വാലിഡ് സ്കോർ ഉണ്ടായിരിക്കണം. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കൂടെ കാണാൻ ഇലക്ട്രിക്കലിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഗേറ്റ് പേപ്പർ വരുന്നത്. പേപ്പർ കോഡ് EE ആണ് വരുന്നത്. 23, 24, 25 ആണ് വാലിഡ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഈ പറയുന്ന BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനിലോ ഇലക്ട്രിക്കൽ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇലക്ട്രോണിക്സിലോ കേട്ടോ. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോറും വേണം. പേപ്പർ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. EC ആണ് വരുന്നത് കേട്ടോ. പേപ്പർ കോഡ് കൺഫ്യൂഷൻ ഉണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് IT ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ITയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്നില്ല കേട്ടോ. BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ITയിലുള്ള ആ ഒരു വാലിഡ് ആയിട്ടുള്ള എന്താണ് ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കുക 2023, 24, 25 ഗേറ്റ് പേപ്പർ കോഡാണെങ്കിൽ CS ആണ് വരിക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MCA വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം അവർക്കും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. ഇനി അതോടൊപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ബാച്ചിലേഴ്സ് ഡിഗ്രി ഈ പറയുന്ന അതുപോലെ PG ഡിഗ്രി ഡിപ്ലോമ ഏതോ ആകട്ടെ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ നമുക്ക് നിശ്ചിത പെർസെൻറ്റേജ് വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് പാസ്സായാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണെങ്കിലും MCA ആണെങ്കിലും അതിലൊക്കെ നമുക്ക് എന്താണ് ഇപ്പം ജസ്റ്റ് നമ്മൾ പാസ്സായാൽ മതി. നമുക്ക് ഇത്ര പെർസെൻറ്റേജ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഫൈനൽ സെമസ്റ്ററിലോ അല്ലെങ്കിൽ ഫൈനൽ ഇയറിലോ ഇനി അതായത് സെമസ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ നിങ്ങൾ എന്താണ് ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫൈനൽ ഇയർ വൈസ് ആണെങ്കിൽ ഫൈനൽ ഇയറിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷനുള്ളൂ. ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ. അത് തെളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയർ സെക്കൻഡ് അവരിലേക്കൊക്കെ അയച്ചു കൊടുക്കട്ടോ. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ പെർസെൻറ്റേജ് ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങളുടെ ഈ പറയുന്ന ഗ്രാജുവേഷൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ കേസ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പെർസെൻറ്റേജ് ഇല്ലയെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയാണ്, ഓക്കെ, നമ്മൾ CGPA അല്ലെങ്കിൽ ഈ പറയുന്ന OGPA അല്ലെങ്കിൽ DGPA ഗ്രേഡ് പോയിന്റ് ഗ്രേഡ് ലെറ്ററുകളൊക്കെ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. ചിലപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് അധിക നമ്മുടെ ബോർഡാണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും അധിക സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടായിരിക്കും, CGPA നമ്മൾ പെർസെൻറ്റേജ് ആക്കുന്നതിൻ്റെ ഒരു ഫോർമുല അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. അത് ഉണ്ടോ നിങ്ങൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അത് ആ സെയിം ഫോർമാറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പെർസെൻറ്റേജ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ CGPA അപ്പോൾ ഒരു നമുക്ക് 8.5 ആണെങ്കിൽ 8.5 × 9.5 എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമ്പർ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടും. ഇനി അങ്ങനെ നമുക്കൊരു പ്രത്യേക പാറ്റേണോ കാര്യങ്ങളോ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ ബോർഡ് ഒരു യൂണിവേഴ്സിറ്റി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിക്കുക. അപ്പോൾ അതിനന്വേഷിച്ചിട്ട് കറക്റ്റായിട്ടൊരു ഫോർമുല ഉണ്ടാവും, ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ജനറൽ ആയിട്ടൊരു കാൽക്കുലേഷൻ കാര്യങ്ങളില്ല. പിന്നെ നമ്മൾ 10 × മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ രീതിയിലാണ്, പക്ഷെ അത് കറക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ
ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് ബോർഡ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ഓട്ടോണമസ് ആണോ എന്താ വെച്ചാൽ അവിടെ നിങ്ങൾ അന്വേഷിക്കുക. അതിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു എന്താണ് അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം കേട്ടോ. പെർസെൻറ്റേജ് ആക്കുന്നത് വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, കറക്റ്റായിട്ട് ഇടണം. അപ്പോൾ കോളേജ് അല്ലെങ്കിൽ സ്ഥാപനം മറ്റെവിടെയാണെങ്കിലും അത് അവർ സർട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് തരണം കേട്ടോ. അത് നമുക്ക് വെരിഫിക്കേഷൻ സമയത്തേക്ക് നമ്മുടെ കൈവശം ഉണ്ടാവുകയും വേണം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ്, ഏജ് റിലാക്സേഷൻ ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27/9/2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 27 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 27/9/2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 27 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് മാക്സിമം ഏജ് ലിമിറ്റ്. മിനിമം 18 വയസ്സാണ്. ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC NCL കാൻഡിഡേറ്റ്സിന് കേട്ടോ. ഓക്കെ. PWD ആണെങ്കിൽ 10 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എക്സ് സർവീസ്മാന് നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 28 ഓഗസ്റ്റ് 28-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 ആയിട്ടുള്ളൂ. ഇനിയും 8 ദിവസം ഉണ്ട് നമുക്കിത് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂടുതൽ കമൻറ്റ് ചെയ്യുക. ഇനി അതെല്ലാം നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്ത് തരാവുന്നതാണ്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 27/9/2025 കേട്ടോ. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 27/9/2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ റെമ്യൂണറേഷൻ കാര്യങ്ങൾ പേ ലെവൽ ഗ്രൂപ്പ് B ആണ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്കൂടെ കാണാം 40,000 മുതൽ 1,40,000 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേ സ്കെയിലിന് പുറമെ ഒട്ടനവധി അലവൻസും HR തുടങ്ങിയിട്ടുള്ള മറ്റ് ബെനിഫിറ്റ്സ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, മെഡിക്കൽ ബെനിഫിറ്റ്സ് തുടങ്ങിയിട്ടുള്ള മറ്റൊട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് CTC നമ്മുടെ കമ്പനിക്ക് വരുന്ന CTC ഇവിടെ പറയുന്നുണ്ട് 13 lakhs ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1 lakhന്റെ മുകളിൽ ആ ഒരു ബെനിഫിറ്റ്സ് മന്ത്ലി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിലേക്ക് യാതൊരു എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന റെലവൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പറിൽ ഗേറ്റ് 2023, 24, 25 ഇതിന് മാർക്ക് അതിലെത്രയാണ് സ്കോർ നിങ്ങൾ നേടിയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്നിട്ടായിരിക്കും ഇതിലേക്ക് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക കേട്ടോ. ഓക്കെ. അത് ഗേറ്റ് അടിസ്ഥാനത്തിലാണ് 2023, 24, 25. ഇത് മാത്രമാണ് 2022 പറ്റില്ല കേട്ടോ. 23, 24, 25. ഓക്കെ. ഈ ഗേറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. വേറെ മറ്റു സെലക്ഷൻ ഭാഗമായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുക, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. അത് ത്രൂ ആണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റിമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലേക്കാണ് അയച്ചു തരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഈ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റ് ചെയ്യാം, എവിടേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളുള്ള പോസ്റ്റാണ് കേട്ടോ. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൻഡ് ആയിട്ടുള്ള പാസ്പോർട്ട്സ് ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ 3 മാസത്തിനുള്ളിൽ എടുത്തായിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതേ സെയിം ഫോട്ടോഗ്രാഫ് അറ്റ്ലീസ്റ്റ് ഒരു 3 കോപ്പി നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സെയിം ഫോട്ടോഗ്രാഫ് ഇതിൻ്റെ അപ്ലിക്കേഷൻ്റെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3 കോപ്പി എക്സ്ട്രാ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പ്ലസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോയിൽ എങ്ങനെയാണോ എന്നുള്ളത് അതേപോലെയുള്ള ഒരു അപ്പിയറൻസിൽ തന്നെ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. ആ ഒരു അപ്പിയറൻസ് നമ്മുടെ ഹെയർ കട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ രീതിയിൽ നിങ്ങൾ ആ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് തീരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതായത് റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, JPG ഫോമാറ്റ് ആയിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ ഓൺലൈൻ അപേക്ഷ ഫോമിൽ കാണിക്കും, അതിനനുസരിച്ച് നിങ്ങളത് ചെയ്യണം. അതുപോലെ സിഗ്നേച്ചർ ആണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടാണ് ചെയ്യേണ്ടത്. അതും നമ്മൾ ഈ പറയുന്ന കൂടെ കാണാൻ പറ്റും. സിഗ്നേച്ചർ ഏരിയ മാത്രമേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു എൻ്റയർ പേപ്പർ അങ്ങനെ സ്കാൻ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബോക്സിൽ ഒരു സൈൻ ചെയ്തിട്ട് ആ ഏരിയ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യാം. JPG ഫോമാറ്റ് ആയിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കും. അതിനനുസരിച്ച് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് 300 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫീ വേണ്ട, PWD കാൻഡിഡേറ്റ്സിനും വേണ്ട. ഇനി അപ്രന്റീഷിപ്പ് ചെയ്ത, അതായത് ഈ പറയുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്കും യാതൊരു ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ഫീ വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് അവിടെ കാണും, ഈ ഒരു പേജിലേക്കാണ് AI ജൂനിയർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും ഡേറ്റും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്.
ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇതിൽ കാണാൻ നോട്ടിഫിക്കേഷൻ എന്നിട്ട് കാണാം. ക്ലിക്ക് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഇപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ഓഗസ്റ്റ് 20-നാണ് ഞാൻ ചെയ്യുന്നത്. ഓഗസ്റ്റ് 28-നാണ് നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ലിങ്ക് ആക്റ്റീവ് ആവുക. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ത്രൂ എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു ഓൺലൈൻ അപ്ലിക്കേഷൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ ആളുകൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യാവുന്നതാണ് ഒരു ഡെമോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിക്കുക. താങ്ക് യു.